രാജ്യത്തെ LPG പ്രതിസന്ധിയെ തുടർന്ന് അക്കാദമിക് കലണ്ടർ വെട്ടിച്ചുരുക്കിയ പോണ്ടിച്ചേരി സർവകലാശാല നടപടിക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. ഏപ്രിൽ 30-നകം പരീക്ഷകൾ തീർക്കാനുള്ള നീക്കം വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലാതാക്കുമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇന്ധനക്ഷാമം വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കില്ലെന്ന കേന്ദ്ര വാഗ്ദാനം ലംഘിക്കപ്പെട്ടുവെന്നും വിദ്യാർത്ഥികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. LPG ക്ഷാമം മൂലം പരീക്ഷകൾ നേർത്തിയാക്കുകയും അക്കാദമിക് കലണ്ടറിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര സർവകലാശാലയാണ് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല. LPG ക്ഷാമം എന്നുള്ള വാക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലെങ്കിലും അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥി സമൂഹത്തിനും ഒന്നടങ്കവും ആ കാര്യം വ്യക്തമാണ്. മോദി സർക്കാരിന്റെയും യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷന്റെയും ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ് വിദ്യാർത്ഥികളെ ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. യൂണിവേഴ്സിറ്റി അടക്കുന്നതിനെ തുടർന്ന് ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകാനോ വോട്ട് രേഖപ്പെടുത്താനോ ഉള്ള അവസരമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഈ വിദ്യാർത്ഥി വിരുദ്ധമായ നടപടിക്കെതിരെ SFI പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി യൂണിറ്റ് സമരത്തിലാണ്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ പാചകവാതക പ്രതിസന്ധി രാജ്യത്ത് എവിടെയും ഇല്ല. പ്രത്യേകിച്ചും ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നുവെന്നും ആ ഒരു ഉറപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാലിച്ചില്ലെന്നാണ് ഇപ്പോൾ പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ദുരിതം ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. പ്രത്യേകിച്ചും ഈ അക്കാദമിക് കലണ്ടർ വെട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ മെയ് മാസത്തിലായിരുന്നു പോണ്ടിച്ചേരി സർവകലാശാലയിലെ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഈ LPG ക്ഷാമം മൂലം ഏപ്രിൽ 30-ന് മുമ്പ് തന്നെ പരീക്ഷകൾ നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോണ്ടിച്ചേരി സർവകലാശാല അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്നത് രണ്ട് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും അവർക്ക് ഈ ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാകാൻ കഴിയില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായി ഒരു പ്രശ്നമായി പറയുന്നത്. കേരളം, ആസാം, അതുപോലെ തന്നെ തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും നാടുകളിലേക്ക് പോയി വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇല്ലാതെയാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നൊരു ആശങ്കയും ആ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. പോണ്ടിച്ചേരി സർവകലാശാലയിലെ അധ്യാപകരെല്ലാം വാട്സപ്പ് വഴിക്ക് അല്ലെങ്കിൽ അധികൃതരെല്ലാം വാട്സപ്പ് വഴിക്ക് ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് LPG ക്ഷാമം മൂലമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും പരീക്ഷകൾ നേരത്തെ നടത്താൻ പോകുന്നതെന്നുമാണ്. പക്ഷേ സർവകലാശാല അതൊരു ഓർഡറാക്കി ഇറക്കിയപ്പോൾ LPG ക്ഷാമം എന്നുള്ളത് എവിടെയും പരാമർശിച്ചില്ല. അതിലും വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരുകൾ ഇടപെടണം എന്നുള്ളതാണ് പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ ക്ലാസ് ചെയ്യാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ബംഗാൾ, അതുപോലെ തന്നെ ആസാം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പോണ്ടിച്ചേരി സർവകലാശാലയിൽ എത്തി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും സർവകലാശാല അധികൃതരുടെ ഇത്തരത്തിലുള്ള നടപടികളിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികൾ. അടിയന്തരമായ ഇടപെടലാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.